അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവെ പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ
അവിടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവർ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയർ 2:15 അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിലെ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇത് ജിയോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ജനറലിനെ കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ്. കാര്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ, നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം, അദ്ദേഹം അക്കൗണ്ട് ജനറലായിട്ട് ആക്ടിങ് ഡയറക്ടറായിട്ട് ചാർജ് ചെയ്തിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 ആക്ടിങ് ജനറൽമാരെ ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്തു. അവരുടെ തിരിമറികളും വക്രതകളും കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിയും രാജിവെച്ചു. കഴിഞ്ഞ ദിവസം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷ്യമാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല, അവർ കാണിച്ച തിരിമറികളെല്ലാം ഉത്തരവാദികൾ പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം പുള്ളിയെയാണ് ഗവൺമെൻറ് കുറ്റവാളിയായിട്ട് കണ്ടത്. അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ മറുഭാഗത്തിന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലന്മാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ. അപ്പോൾ ഈ ഒരു സങ്കടത്തിൽ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ പോലും സ്വന്തപ്പെട്ടവർ, അയാൾക്ക് വേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി അകത്തുനിന്ന് പണിയെടുത്ത്. അപ്പോഴേ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. പുള്ളിയാണ് 200 കുടുംബങ്ങളിലെ കാപ്പിരി കുടുംബങ്ങളിലെ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്തത്. അത്രയും ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്ത നോട്ടാണ്. എന്താണ്? മറ്റുള്ളൊരു വക്രത കാണിക്കും, വഞ്ചന കാണിക്കും, പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത്. കാര്യം എന്താണ്? വിജയം നൽകുന്നത് കർത്താവാണെന്ന്. അപ്പം കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ പിന്നെ ലോകത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത്. ലോകത്തിൻ്റെ ആയുധങ്ങളിലാണ് അത് ഒന്നിട്ട് വായിച്ചത് 2:15 അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ. അവരെ കുറിച്ച് ഈശോ പറയണതാണ്, അവന്മാർ വഴിപിഴച്ചതാണ്, വക്രതയുള്ളവരാണ്. വക്രതയുള്ളവരും ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണയത്തിൽ പെരുമാറരുത്. പിന്നെന്ത് ചെയ്യണം? നിഷ്കളങ്കതയോടെ. പലർക്കും തെറ്റിപ്പോണം അവിടെ. അവർ കണ്ണിന് പകരം കണ്ണെന്ന രീതിയിൽ അവർ വക്രത കാണിച്ചാൽ അതേക്കാൾ വക്രത നമ്മളും കാണിക്കും. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ കർത്താവിന് രണ്ടുപേരും ഒരുപോലെ പോകും, ഇടപെടാൻ പറ്റാതെ വരും. അപ്പം ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ, രക്ഷിക്കാനാവാത്ത വിധത്തിൽ നമ്മളെ കുറുകിപ്പോകരുത്. ദൈവത്തിൻ്റെ കരം കുറുകിപ്പോകണമല്ല പ്രശ്നം, നമ്മൾ കുറുകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചന്ദ്രബാബു എന്നാണ്. ഞാൻ അമ്മയുമായിട്ട് അടുത്ത് എനിക്ക് മുൻപൊരു പരിചയവുമില്ല, അല്ലെങ്കിൽ ഒരു അറിവുമില്ല. ഞാൻ ക്ഷേത്രവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി കൂടിയാണ്. അപ്പം ഞാൻ അമ്മയെ അടുത്തറിയുന്നത്, ഞാൻ കോൺട്രാക്റ്റ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. വലിയ സാമ്പത്തികത്തിലേക്ക് എത്തുകയും, അപ്പോൾ പുറത്തുനിന്ന് ആരും ഞാൻ കൊടുക്കാനുള്ളതല്ല, എനിക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ എന്നോട് ഭാര്യയും മക്കളുമൊക്കെ തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചതും എന്നെ ശകാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ
ഇതിനൊരു പ്രതിവിധി വേണമല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല ഈ പണം. ചോദിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ലക്ഷം തലമുള്ളവർ പോലും എനിക്കെതിരെ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ നിന്നൊരു പ്രാർത്ഥന എടുത്തു. പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് മരിക്കണമെന്നാണ്. ആരും അറിയാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു, എൻ്റെ കുടുംബത്തോട് ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യം, എനിക്ക് മരിക്കണം. എനിക്ക് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മരണപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം അങ്ങനല്ല. അതുകൊണ്ട് ആരും അറിയാതെ പെട്ടെന്ന് ഒരു നിമിഷം ഉണരരുതെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കുന്നത് വെളുപ്പിലെ 3 മണിക്കാണ്. ഞാൻ അങ്ങനെ മറ്റൊരാളോട് അന്വേഷിച്ചപ്പം ഈ 3 മണി സമയത്ത് പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് എനിക്കൊരറിവ് കിട്ടി. അങ്ങനെ ഞാൻ ഈ 21 ദിവസം പ്രാർത്ഥിച്ചു. 21-ൻ്റെ അന്ന് ഞാൻ വാഹനം ഓടിച്ചു വരുന്ന വഴിക്ക്, ബൈക്ക് ഓടിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വണ്ടി റോങ് സൈഡ് പോയി. നല്ല വാഹനം ഓടുന്ന വലിയൊരു വഴിയാണ്, റോഡാണ്. അങ്ങനെ അരമണിക്കൂറോളം ഞാൻ റോഡിൽ തന്നെ വണ്ടിയിൽ ചിലവഴിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയി. വീണ്ടും ഇങ്ങനെ സംഭവിച്ചു. പിന്നെ എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ പറ്റത്തില്ല, കാഴ്ച പൂർണ്ണമായിട്ടും പോയി. പക്ഷേ ഞാൻ ഇരുന്ന് നിരങ്ങി. കാരണം നമ്മുടെ പറമ്പെന്ന് കുറേ കഴിഞ്ഞ് പിന്നെ റബ്ബറും തോട്ടമൊക്കെയാണ്. അങ്ങനെ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം, കണ്ണടച്ചാലും അറിയാം എവിടെയൊക്കെയാണ് മരങ്ങളെന്നൊക്കെ അറിയാം. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി. വീട്ടിലാരുമില്ല. ഞാൻ വൈകുന്നേരത്ത് 4:30-5 മണിയോടുകൂടി എൻ്റെ ഇളയ മകൻ വന്നു. എന്നെ തട്ടി ഉണർത്തുമ്പോൾ ഞാൻ തറയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉണർന്നപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ട് പറഞ്ഞു. പിന്നെ ഒരു വണ്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വണ്ടി വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ മതി, തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോകാനല്ലയോ എന്ന് പറഞ്ഞു. ഇവനൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ വണ്ടിയിൽ കയറി തൊട്ടടുത്ത ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, കുറച്ചും കൂടെ അപ്പുറത്ത് പോകാമെന്ന്. അങ്ങനെ പോയി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി അതിന് മുമ്പ് അദ്ദേഹം എൻ്റെ പൾസ് ഒന്ന് പരിശോധിച്ചു. പൾസ് റേറ്റ് പരിശോധിച്ചപ്പം ഏതാണ്ട് 10-ൽ താഴെയായി. അപ്പോഴത്തേനും ഞാൻ ബോധം കെട്ടുപോയി. സ്ട്രെച്ചറിൽ കിടത്തി. പിന്നെ ഞാൻ കാണുന്നത്, ചെറിയ ഓർമ്മയിൽ കാണുന്നത്, ICUയിൽ കൊണ്ടുവന്നതാണ്. 3-ൻ്റെ അന്ന് ബോധം തെളിഞ്ഞ് 21 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. അപ്പോൾ പിന്നീട് ഭാര്യ പുറത്താണ്. ഭാര്യ അറിഞ്ഞിട്ടില്ല, വീട്ടിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഇളയ പുത്രന് മാത്രമേ ഈ ഒരു സംഭവം അറിയാവൂ. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 21 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് തിരികെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് തിരികെ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നീ തിരുവനന്തപുരം വരണമെന്ന് പറഞ്ഞു. വൈകിട്ട് 8:30 വിളിക്കുന്നു. എൻ്റെ അടുത്ത് വെച്ച് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, തിരുവനന്തപുരം വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി പിറ്റേന്ന് 11:30 മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരുന്നു. ഡോക്ടറെ കാണുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹാർട്ട് സംബന്ധത്തിന് 3 അറ്റാക്ക് അന്നേരം ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം വാഹനം ഓടിക്കുമ്പോൾ സാധാരണ നമുക്ക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഷെവറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 700 പോയിൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ തട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകും. എനിക്ക് രേഖപ്പെടുത്തിയേക്കുന്നത് 1324. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തേ ഇല്ല. ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് മരണമാണ്, അമ്മ മരണവും തന്നു. അങ്ങനെയാണ് 3-ൻ്റെ അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. അമ്മ എൻ്റെ അടുത്ത് നിൽക്കുന്നു. എന്നോട് ചോദിച്ചു നീ വരുന്നില്ലയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തപ്പി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ രാത്രി 3 മണിയാണ്. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന ടൈമാണ്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കറിയത്തില്ല, ഈ പള്ളി അറിയത്തില്ല. ഞാൻ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പല പള്ളികളാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻഡിൽ വരുമ്പം ഞാൻ കണ്ടക്ടർ ചോദിച്ചു സാറേ ഈ ബസ് പള്ളിയിൽ പോകുന്നതാണെന്ന് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കൃപാസനമാണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞു പോകാൻ വന്ന ഞാൻ അവസാനം ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പം വളരെ വൈകി. എനിക്ക് വണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് 7:20 കഴിഞ്ഞാൽ കായംകുളത്തൊന്നും വണ്ടിയില്ല. അപ്പം ഞാൻ കായംകുളത്ത് എത്തിയപ്പോഴത്തേനാണ്ട് 8:45. വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇനി റൂം എടുത്തേ പറ്റൂ. എനിക്കാണെങ്കിൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നിൽക്കുന്ന സമയം ചെയ്തിട്ട് 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാനോ മറ്റൊരാളുടെ സഹായം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണ് അത്രയും ദൂരം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ബസ് കിടക്കുന്നു. ഞാൻ ആ ബസ്സിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഡ്രൈവറോട് ചോദിച്ചു സാറേ ഇപ്പോൾ വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണെന്ന് പറഞ്ഞു. ആ വണ്ടി കയറി
അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അവിടുന്ന് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 350 രൂപയുടെ ഓട്ടം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം ഞാനൊരു പയ്യനെ, എനിക്ക് സ്ഥിരം ഓടുന്നൊരു പയ്യനെ ഞാനിങ്ങനെ മനസ്സിലോർത്ത് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഇവൻ സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽപ്പുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് വെച്ച് അണ്ണാ വരുന്നില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വരാം, ഇവൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. എൻ്റെ ആദ്യ അനുഭവം അങ്ങനെയാണ്, അമ്മയായിട്ടുള്ളൊരു അനുഭവം. അത് കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ മക്കളെ സംബന്ധിച്ച്. ഞാനിവിടെ ഉടമ്പടി വെച്ചത് പിന്നീട് ഇപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അത് പ്രാർത്ഥിക്കുകയില്ല. ഇന്ന് പോയിട്ട് മരിച്ചാലും ഞാൻ സന്തോഷത്തോട് മരിക്കും എന്നുള്ളതാണ്. കാരണം എനിക്ക് ബാധ്യതകളില്ല, എനിക്ക് തരാനുള്ളവരേ ഉള്ളൂ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ഇപ്പോൾ ഇവിടെ വരാനും കാരണം, ഈ വേദിയിൽ കയറാനും കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടിയാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ അടുത്ത സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ്, ഇപ്പം നാളെ സത്യപ്രതിജ്ഞ നടക്കുക. എൻ്റെ തൊട്ടടുത്ത വാർഡിൽ 54, ഇപ്പോൾ 55ാമത്തെ വർഷമായി. 55 വർഷമായിട്ട് അവിടെ എനിക്കെതിരായി, ഞാനൊരു രാഷ്ട്രീയ, അത് ഞാൻ പറയുന്നില്ല, എനിക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. 54, ഇപ്പം 55ാമത്തെ വർഷമായി, ജയിച്ചിട്ടേ ഇല്ല, എൻ്റെ പാർട്ടി ജയിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, 3 സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. 3 പേരും വ്യത്യസ്തരായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തി. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ഞാൻ ചോദിച്ചു, ഞാനിപ്പം പൈസ ഏൽപ്പിക്കുന്നത് അമ്മയാണ്. ഞാൻ 1 രൂപയാണെങ്കിലും 10,000 ആണെങ്കിലും ഇനി 1 ലക്ഷം ആയാലും ഇപ്പം ഞാൻ ഏൽപ്പിക്കുന്ന അമ്മയെ ഏൽപ്പിക്കും. അതെങ്ങനെ ഏൽപ്പിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ബൈബിളുണ്ട്, ആ ബൈബിളിൽ വയ്ക്കും. ആ പൈസ കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് ചിലവഴിക്കാൻ പറ്റും. എന്തിന് വേണമെന്ന് വെച്ചാൽ അത് മാത്രമേ എടുക്കൂ. ഇപ്പം ഞാൻ വരാൻ നേരത്തും കുറച്ച് പൈസ എടുത്തപ്പോൾ എന്നോട് പറയുക കുറച്ച് പൈസ അവിടെ വെക്കെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവിടെ വെച്ച് എൻ്റെ ആ പൈസ കറക്റ്റ് ചിലവാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥി എടുത്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒരു സ്ഥാനാർത്ഥി അമ്മ കണ്ടെത്താൻ പറഞ്ഞു. 3-ൻ്റെ അന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ ചെല്ലുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്ഥാനാർത്ഥി, ജയിക്കാത്ത ഒരു വാർഡിൽ ആ സ്ഥാനാർത്ഥി നിർത്തുന്നത്, കെട്ടിവെച്ച പൈസയ്ക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വാർഡാണ്. സ്ഥാനാർത്ഥിയെ വെച്ചു, പ്രവർത്തനം നടത്തി. ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. 10-28 ദിവസം തുടർച്ചയായി പ്രവർത്തനം നടത്തി. അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു സംഭവം, ഇവിടുന്ന് നമ്മുടെ ഉപ്പും തൈലം തരും. അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷണം നടത്തുന്ന. അപ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അമ്മയുടെ മുന്നിൽ നിന്ന് പറയുന്നതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഈ വാട്ടർ മെഷീന് സമീപത്ത് അതിട്ടു. അതുപോലെ തന്നെ തൈലം മെഷീനിൽ പൂശി ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഏൽപ്പിക്കുക, സ്ഥാനാർത്ഥിയെ ഏൽപ്പിച്ചു, ഇനി എൻ്റെ അഭിമാനം അമ്മ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ നടന്നു. ഞാൻ ബൂത്തിൽ തന്നെ ഇരുന്നു. ഏതാണ്ട് ഒരാൾ മാത്രമേ ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നുള്ളൂ. നമുക്ക് ഏറ്റവും ദുർഘടമായൊരു മാനസികാവസ്ഥയിലൂടെ അന്നേരം പോവുക. ഒരാൾ മാത്രം. ഞാൻ രാവിലെ 4 മണിക്ക് കയറി ഇതിൻ്റെ മെഷീനെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്ത് പോയില്ല. വൈകിട്ട് 4:30 പുറത്തിറങ്ങുന്നത് വരെ ഒരാൾ മാത്രം ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നു. വേറെ ആരും വന്നില്ല. വേറെ വന്നവർ മുഴുവൻ എതിർ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പുമായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് എന്നെ കൂട്ടി, അവിടെ ഇരുന്ന് ഞാനിങ്ങനെ വോട്ട് കൂട്ടി കഴിഞ്ഞിട്ട് അമ്മേ ഞാൻ അവിടെ വരും, ആ കുട്ടിയെയും കൊണ്ട് അവിടെ വരും, അത് ഓർമ്മ വെച്ചോണേ, എത്ര ഇങ്ങനെ പറഞ്ഞു. ഞാൻ കാര്യം പറയുന്ന പോലെ പറഞ്ഞു. പോയി എൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. എൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞാൻ ഇന്ന് വന്നു. ഇതാണ് എനിക്ക് അമ്മയെക്കുറിച്ച് പറയാനുള്ള ഒരു വലിയ കാര്യം. ഈ ഒരു ഉടമ്പടി, ഈ ഒരു സാക്ഷി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയക്കാരല്ല, അടവുകാരാണ്. എന്ത് ചെയ്താലും അവർ പുറത്ത് പറയത്തില്ലല്ലോ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അറിയാമല്ലോ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു രീതി മനസ്സിലായി കാണും. മറ്റൊന്ന്, ഞാൻ ടൗണിലെത്തിയാൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ ഇല്ല ഞാൻ ശ്രദ്ധിക്കും. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വിളിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ പുറത്ത് ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പിന്നെ എൻ്റെ ദിവസത്തെ അധ്വാനത്തിൽ നിന്ന് 1 രൂപ കൃത്യം ഞാൻ മാറ്റിവെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടി കഴിയുമ്പം ഒരു തുകയാവും. എന്തെങ്കിലും ഒരു 10, 500, 300, 600 ഒക്കെ ആകുമ്പം അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നത് ശീലം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പൈസ അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന ഒരാളാണ്. മറ്റൊന്ന്, പത്രം തന്നാലേ ഞാൻ ഈ പത്രം എൻ്റെ പേരും എന്തിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് കൂടി പത്രത്തിൻ്റെ തലക്കെട്ടിൽ എഴുതും, മേളിൽ എഴുതി വയ്ക്കും. എൻ്റെ പേരെഴുതും, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പത്രം കൊടുക്കുന്നതെന്ന് എഴുതും. എഴുതിയിട്ട് ഈ പത്രം SAT ആശുപത്രിയിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. എനിക്ക് ഈ ഒരു വിശ്വാസം എൻ്റെ മരണകാലം വരെയും ഇങ്ങനെ തുടരാനാണ് എനിക്ക് ഇഷ്ടവും. അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഈശോയുടെ
അമ്മയോടും ചേർന്ന് പോകാനാണ് എനിക്കിഷ്ടം. ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ തനിച്ച് ഉണരും. വെളുപ്പിലെ 3 മണിക്ക് ഉണരും, 4:30 വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട്. അതൊന്നും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷേ പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നെ തുടർന്ന് ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, പ്രണാമം. ഉപാസന മാതാവെ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈല ടോജു, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ടോജു ജയനെല്ലിശ്ശേരി, മകൻ സ്നേജോ ടോജു. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള മുണ്ടൂർ ഇടഭാഗമാണ് ഞാൻ. 2019 ആലപ്പുഴയിൽ വന്നപ്പോൾ എനിക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി. ആ കൃപാസന പത്രം ഞാൻ 2023 വരെ വളരെയധികം സൂക്ഷിച്ചു വെച്ചു. 2023 മകനെ പ്ലേസ്മെൻറ്റിലൂടെ നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മകൻ പറഞ്ഞിട്ട് ഞാനും മകനും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ആദ്യം ഉടമ്പടി എടുത്തത് മകനായിരുന്നു. അതിനുശേഷം ഞാനും ഉടമ്പടി എടുത്തു. 2023 ഉടമ്പടി എടുത്തെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയുണ്ടായി. എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട കാശുരൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ ഞാൻ പുതിയ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഈ ഉടമ്പടി പത്രത്തിൽ 2 മാതാവിൻ്റെ ചട്ടയോട് കൂടിയുള്ള ഒരു ബുക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതോടുകൂടി എനിക്ക് ആ വിഷമം മാറി കിട്ടി. 2023 തന്നെ മകനെ പ്ലേസ്മെൻറ്റിൽ കൂടെ ഫെഡറൽ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അവന് ജോലി ലഭിക്കുകയുണ്ടായി. അത് അവൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇനി കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഇനി കിട്ടിയത് 12 വർഷമായി എൻ്റെ അമ്മയ്ക്ക് വിൽപത്രം എഴുതാൻ ആഗ്രഹിച്ചിട്ട്, പക്ഷേ പലവിധ കാരണത്താലും അമ്മയ്ക്ക് അത് എഴുതാൻ സാധിച്ചിരുന്നില്ല. കുറേയധികം പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ കുടുംബമടക്കം പ്രാർത്ഥിച്ചിരുന്നു. വളരെ ഇഷ്യൂ ഉണ്ടാവുന്ന കാര്യമാണ് ഭാവിയിൽ അത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഇത് വളരെ അധികം പ്രശ്നമുള്ള കാര്യമായിരുന്നു. കാരണം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇടപെട്ട ഒരു പ്രശ്നമായി മാറി. അതിൻ്റെ സൊല്യൂഷൻ മാതാവ് തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് മാതാവിനോട് പറയും, എങ്ങനെയെങ്കിലും അമ്മ ഒറ്റയ്ക്കാണുള്ളത്, അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഈ വിൽപത്രം എഴുതാനുള്ള ധൈര്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ തന്നെ ഓഗസ്റ്റ് 23, 2024 വിൽപത്രം എഴുതി. അമ്മയ്ക്ക് ധൈര്യം കിട്ടിയതിനെ ഓർത്തുകൊണ്ട് ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 12 ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസമായിരുന്നു. ജൂൺ 11 ജോലി കഴിഞ്ഞിട്ട് ആൾ സ്കൂട്ടറുമ്പോൾ വരികയായിരുന്നു. രാത്രി 7:30 സമയമാണ്. അയ്യന്തോൾ പുഴക്കൽ പാടം പൊതുവെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കും പുറമെയുള്ളവർക്കും അറിയാവുന്നതാണ്. റോഡിൽ കുറേ റോഡപകടങ്ങളുള്ള സ്ഥലം, അതുപോലെ വാഹനങ്ങൾ കൂടുതലുള്ള സ്ഥലം, എപ്പോഴും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. ആ സമയത്ത് ആൾ സ്കൂട്ടറുമ്പോൾ വരുമ്പോൾ ആളുടെ സ്കൂട്ടറിൻ്റെ ബാക്കിലുള്ള വീല് തെറിച്ച് വീഴുകയും അപ്പോൾ തന്നെ ആൾ റോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയും ഉണ്ടായി. ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്ന് ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് നിർത്തി. പക്ഷേ യാതൊരു പോറൽ പോലും ആൾക്ക് സംഭവിച്ചില്ല. നമുക്കറിയാം, ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ മറിഞ്ഞു വീണാലുള്ള അവസ്ഥ എന്താണെന്നറിയാം. യാതൊരു അപകടമില്ലാതെ ആളേനെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതുപോലെ തന്നെ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. വലിയൊരു സംരക്ഷണമായിരുന്നു ഈശോ അപ്പച്ചനിൽ നിന്നും അമ്മ മാതാവിൽ നിന്നും ലഭിച്ചത്. ഈ സംരക്ഷണം ലഭിക്കാനുള്ള പ്രധാന കാരണം, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും നാവിൽ കുരിശ് വരയ്ക്കുകയും
അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രമാണ് ഹസ്ബൻഡ് ജോലിക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ 3 പേരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ സഹോദരനായിട്ട് 5 വർഷമായി പിണക്കത്തിലായിരുന്നു. ഞാനും എനിക്കെൻ്റെ ഒരു ചേച്ചിയും ഒരു അനിയനാണുള്ളത്. ഞങ്ങളെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു പോകാറാണ് പതിവ്. എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ. അവൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഈശോ അപ്പച്ചനോടും അമ്മ മാതാവിനോടും പറഞ്ഞു, ഈശോ അപ്പച്ച, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ അനിയനായിട്ടുള്ള പിണക്കം മാറണം. സഹോദരനോടുള്ള രമ്യതയാണ് ഏറ്റവും വലുത് എന്ന് എനിക്കറിയാം. ഞങ്ങൾ പല പ്രാവശ്യവും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് അവൻ വന്ന സമയത്ത് കാണാൻ പോകാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അവനെ കാണാൻ പോയി. ആ പോകുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ ബലിയിലെ ഇത് പൂർണ്ണമായി സമർപ്പിച്ചു. അന്ന് കുമ്പസാരിച്ചു, അച്ഛനോട് കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മാതാവിനോടും പറഞ്ഞു, മാതാവേ, അവൻ ഇനി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച സമയമുള്ളൂ. അവൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മ മാതാവ് തന്നെ അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അമ്മയോടൊന്നും പറയാതെ തന്നെ വീട്ടിലേക്ക് ചെന്നു. അത്ഭുതം എന്ന രീതിയിൽ ഞാനും ചേച്ചിയും ഹാളിൽ വന്നിരുന്നു. ഞങ്ങളെ കാണുമ്പോൾ നോക്കാതെ പോയിരുന്ന എൻ്റെ സഹോദരൻ ഞങ്ങളുടെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ എന്നെ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത്, നമ്മൾ 3 പേരും വിശ്വാസികൾ, ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. 3 പേരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. 3 പേരും കൃപാസനത്തിൽ വന്നവരാണ്. നമ്മൾ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ കൂടെയും വീഡിയോ കോളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അവൻ വളരെയധികം ഫ്രീ ആയി. അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള പിണക്കം എൻ്റെ അമ്മമാതാവ് തന്നെ മാറ്റിത്തന്നു. അതിൽ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററിലാണ് ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുള്ളത്. ഇതു മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് എഴുതി അതിൽ വിശ്വാസപ്രമാണം അതുപോലെ സ്വർഗസ്വനായ നന്മ നിറഞ്ഞ മറിയം ഒക്കെ എഴുതിയിട്ട് ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനമായാലും അക്രൈസ്തവരെ നല്ലപോലെ വരുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും വളരെയധികം അനുഗ്രഹങ്ങൾ ഈ കൃപാസന പത്രത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയിരിക്കും. എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് മകൻ്റെ പ്ലേസ്മെൻറ്റ് മുഖാന്തരം അവൻ 22.5 വയസ്സിലാണ് ജോലിക്ക് കയറിയത്. അപ്പോൾ അത് ഞാൻ അവരോടൊക്കെ പറയും. ഒപ്പം തന്നെ ഇവൻ സാക്ഷ്യം പറഞ്ഞ വീഡിയോ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അതിൽ അവർക്ക് വിശ്വാസമായി. അതിനുശേഷം ഞാൻ പറയും, ഇനി അടുത്ത അനുഗ്രഹം നിങ്ങളോട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഈ വിൽപ്പത്രത്തിൻ്റെ കാര്യവും അതുപോലെ സഹോദരൻ പിണങ്ങിയ കാര്യമൊക്കെ കുറേ ആളുകൾക്കറിയാം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പോരാറുള്ളത്. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ഞാൻ കാശുരൂപവും അതുപോലെ പത്രം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടി തേനും ഉപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന വ്യക്തികൾക്ക്
എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്, ആരെയും നിരാശപ്പെടുത്താറില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും വലിയ തുകയാണെങ്കിൽ, ചിലപ്പോൾ കിഡ്നിയുടെ കംപ്ലൈൻ്റ് ഉള്ള വ്യക്തികളാവാം, അങ്ങനെ കേട്ട് യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളാവാം, ഹാർട്ട് പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ വീൽ ചെയർ ആവശ്യമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഒപ്പം തന്നെ എൻ്റെ മകനോടും പറഞ്ഞിട്ട് കുറച്ചുകൂടിയും അധികമായിട്ടുള്ള തുക അവരെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അതുപോലെ തന്നെ അരമണിക്കൂറിലധികം കാലത്തും വൈകിട്ടും ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ടോക്കുകൾ നന്നായി കേൾക്കും, സാക്ഷ്യങ്ങളും കേൾക്കും, ഒപ്പം പണിയും എടുക്കും. അച്ഛൻ്റെ ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ എനിക്കൊരു തെറ്റുള്ളത് അത് തിരുത്തി. കാരണം ഞാൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരുന്നത് അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ മകൻ വന്നപ്പോൾ മകനോടും പറഞ്ഞു, നമുക്ക് വേണ്ടത് അന്നന്ന് വേണ്ട ആഹാരമാണ് മകനെ, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ നിന്ന് മനസ്സിലായി, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്, അതിനാണ് ഏറ്റവും വെയിറ്റേജ് എന്ന് അച്ഛൻ പറഞ്ഞതോടെ എനിക്കത് പൂർണ്ണമായും മനസ്സിലായി. പിന്നെ സമ്പൂർണ്ണ ജപമാല ഞാൻ ചിലപ്പോഴൊക്കെ മിക്കവാറും ഞാൻ നിയോഗം വെച്ചിട്ട് ആണ് സമ്പൂർണ്ണ ജപമാല ചെല്ലാറുള്ളത്. അതുപോലെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ആഴമേറിയിട്ടുള്ള അറിവ് ലഭിച്ചത് നമുക്കിനി വേണ്ടത് നിത്യജീവനാണെന്ന് ഞാനിപ്പോഴും ഹസ്ബൻഡിനോടും മകനോടും പറയാറുണ്ട്. ഇവിടുത്തെ സന്തോഷത്തേക്കാളും ഉപരി നമുക്ക് നമ്മുടെ അവിടെ സ്വർഗത്തിലെത്തുന്നതായിരിക്കും, അത് നിത്യജീവനാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ആത്മീയ ജീവിതം. ഇത്രയും അനുഗ്രഹം തന്നിട്ടുള്ള, പിന്നെ എനിക്ക് സ്പർശിച്ചിട്ടുള്ള ബൈബിൾ വചനം എന്ന് പറഞ്ഞാൽ 1 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 16, 17, 18 വാക്യങ്ങൾ. സദാ സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും കുറിച്ച് നന്ദി പറയുക എന്നതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഒപ്പം ഞാൻ വേറൊരു പ്രാർത്ഥനയും ഉണ്ട്, മിക്ക 7:7. അതിൽ പറയുന്നത് നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ 2 കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യമാണ്, എൻ്റെ പ്രത്യേകിച്ച് മകനോട് ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹല്ലേലൂയ ആവേ മരിയ പറയണം. ഹല്ലേലൂയ ഈശോയ്ക്കും ആവേ മരിയ അമ്മ മാതാവിനും. ഒപ്പം ഞാൻ എൻ്റെ ഔസേപിതാവിനും വിളിക്കാറുണ്ട്, കാരണം എൻ്റെ മകൻ്റെ നാമധേയം ഔസേപിതാവാണ്. അവസാനം ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അപ്പം എപ്പോഴെങ്കിലും അത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഹല്ലേലൂയ ആവേ മരിയ പറയുമ്പോൾ ഒപ്പം തന്നെ അവനും അത് തിരിച്ചു പറയണം. പറഞ്ഞില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, വിളിക്കും. അപ്പോൾ അവനത് അറിയാം, ഹല്ലേലൂയ ആവേ മരിയ പറയാം. ഒരിക്കൽ കൂടി ഞാൻ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും എൻ്റെ ഔസേപിതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെബ. ഞാൻ ഇപ്പോൾ UAE നിന്നാണ് വരുന്നത്. സ്ഥലം പാവറട്ടി, തൃശ്ശൂർ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പുതുക്കാനായിട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്ക് എൻ്റെ ജോലിയിലുണ്ടായ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും പുതുക്കാനായി വന്നത്. 2025 ഏപ്രിൽ മാസമാണ് ഞാനിവിടെ പുതുക്കാനായി വന്നത്. ഞാൻ നാട്ടിൽ 6 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറാണ്. ഞാൻ സ്പെഷ്യലി ഡിസേബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയൊന്നും ചെയ്യാനോ എൻ്റെ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രെസ്സും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി ഇവിടെ നിന്ന് മാറി പുറത്തേക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാൻ BEd കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിലേക്ക് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായി ഏപ്രിൽ വന്നു. ഉടമ്പടി പുതുക്കി തിരിച്ചു പോയതിനു ശേഷം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ് 8 എന്ന ഡേറ്റിൽ തന്നെ
പിറ്റേ മാസം മെയ് മാസം 8-ാം തീയതി എനിക്ക് ദുബായിൽ പോകാനായിട്ടുള്ള വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷവും ഞാൻ 3 മാസവും അവിടെ ഓഗസ്റ്റിൽ സ്കൂൾ പൂട്ടുന്നതിന് മുൻപായിട്ട് എവിടെയെങ്കിലും ജോലി ശരിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അവിടെയും പോയിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിനെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടും എനിക്ക് ജോലിയിലൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയിരുന്നതെല്ലാം ഇന്ത്യൻ സ്കൂളുകളിലായിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചും അതുപോലെ ഡെമോ ക്ലാസ് എടുത്തും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അവസാനമാകുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥയായി. ഞാൻ ആഗ്രഹിച്ച ആൾക്കാരെ ഇന്നൊന്നും എനിക്കൊന്നും ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചില്ല. ഞാൻ അങ്ങനെ ആകെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം ഞാൻ വളരെ വിഷമത്തിലായി. 3 മാസം കഴിയാറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എനിക്ക് തീരെ വിസ പുതുക്കണം, നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. ജോലി ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം അവിടെ ഓൺലൈനിൽ മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ കരയുന്നുണ്ടെങ്കിലും സൗണ്ട് പുറത്ത് വരുന്നില്ല എങ്കിൽ ഞാൻ അലറിയാണ് ഞാൻ കരയുന്നത്. അത്രയും വിഷമത്തിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു തീരുമാനം നീ ഇന്ന് തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അന്ന് ഞാൻ ആ ചൊവ്വാഴ്ച അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുൻപ് CV കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അവളെന്നോട് പറഞ്ഞു, എനിക്ക് ജോലി സ്ഥലത്ത് നിൻ്റെ CV ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ നിന്നെ അവർ വിളിക്കും, നീ അതിൻ്റെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രതീക്ഷിക്കാതെ തന്നെ അവർ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അതുവരെ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം ദുബായിലായിരുന്നു. അബുദാബിക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ വിളിച്ച സ്കൂൾ അബുദാബിയിലായിരുന്നു. മാത്രമല്ല അതൊരു ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്ക് ആ കോൾ അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും എനിക്ക് അറിയില്ല ഞാൻ ആദ്യം അവിടേക്ക് പോകുന്നെങ്കിലും എനിക്ക് അവിടെ ആരും പരിചയമില്ലെങ്കിലും ഞാൻ പോകുന്ന സമയത്തെല്ലാം മാതാവ് ഉടമ്പടി എടുത്ത പല വ്യക്തികളെയും പരിചയപ്പെട്ട് എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യം ഒരുക്കി തന്നു. ഞാൻ അവിടെ എത്തി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കയറുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളാണ്, നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളെ, എനിക്ക് അത്ര വലിയ ലാംഗ്വേജ് ഫ്ലുവൻസി സ്പീക്കിങ്ങിലില്ല. പക്ഷേ എന്നാലും ഞാൻ അതിന് മുൻപായിട്ട് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് സ്കൂളിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ ഉടമ്പടി തേൻ കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് മുൻപ് ഹാളിൽ കയറിയത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അതിനെല്ലാം ആൻസേഴ്സ് പറയാൻ സാധിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് എനിക്ക് ഏത് ജോലിയാണ് കിട്ടുന്നത്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയ ഡ്രസ്സ് ഇട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞ മാതാവിനോട് പറഞ്ഞു. അതോ ഞാൻ എന്നീ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് മാതാവിന് മുമ്പിൽ. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, കാരണം അവിടെ ADK എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പോൾ കിട്ടില്ലാതിരിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യ്, അവരറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുൻപുള്ള ഒരു ടീച്ചർ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ടും ഈ അപ്രൂവൽ കിട്ടാത്ത കാരണം കൊണ്ട് ആൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഇത് കിട്ടുമോ എന്നൊരു സംശയത്തിലായി വീണ്ടും. പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു, മാതാവേ എനിക്കിത് നടത്തി തരണമെന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി അങ്ങനെ ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. സെപ്റ്റംബർ 18-ാം തീയതി എനിക്ക് ADKൻ്റെ അപ്രൂവൽ കിട്ടി, എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ ഒട്ടും വിചാരിക്കാതെ ഞാൻ ആഗ്രഹിച്ച പോലെ ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിൽ ഒരു സെൻറ്റ് ടീച്ചറായിട്ട് ഞാൻ ആഗ്രഹിച്ച സാലറിയിൽ മാതാവ് എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അതൊരിക്കലും എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയൊരു ജോലിയാണ്. അതുപോലെ ഞാൻ ഈ 3 മാസത്തിലെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ തനിച്ചാണ്. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് സഹനങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഉടമ്പടിയിലെടുത്തതും മാതാവിൻ്റെ അടുത്തതും ഈ സമയത്താണ്. എനിക്ക് അങ്ങനെ ഉടമ്പടി പത്രവും കാശുരവും മാത്രമാണ് അവിടെ ആശ്രയം ഉണ്ടായിരുന്നത്. എനിക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് ഉടമ്പടി പത്രത്തിനുള്ളിൽ വെച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ പള്ളി പോകാനായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല ചൂടാണ് അവിടെ. എനിക്ക് ചില സമയത്ത് പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടായാലും ഞാൻ കുർബാന മുടക്കാറില്ല. ആത്മീയമായിട്ട് ഒരുപാട് ഒരുങ്ങി കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനിടയിൽ എനിക്ക് ഓഫറിട്ട് വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായത്, ഞാൻ അവിടെയാണെങ്കിലും കൃത്യമായിട്ട് 5:30 എഴുന്നേറ്റ് ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡെയിലി ബ്രെഡ് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസത്തിനുള്ളിൽ വിസ പ്രശ്നം മാറി ജോലി കിട്ടുന്ന ഒരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് ആയിരിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ എനിക്ക് ആ ദിവസത്തിനുള്ളിൽ തന്നെ ജോലിയുടെ കാര്യം ശരിയായതും. അതേപോലെ 5:30 ഇതുപോലെ ഞാൻ എല്ലാ പ്രയറും ചെയ്യുമ്പോഴും എൻ്റെ റൂംമേറ്റ്സ് പറയുമായിരുന്നു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്കിത് കിട്ടില്ല, നീ അവരോട് വേറൊരു കാര്യം ചെയ്യാനായിട്ട് വേറൊരു ആരാധനയുടെ കാര്യം പറഞ്ഞു, നീ അതുപോലെ ചെയ്ത് എനിക്ക് ജോലി കിട്ടുന്ന അവരെന്നോട് പറഞ്ഞു.
അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചത് എൻ്റെ മുൻപിലാണ്, എന്നെ നാണം കെടുത്തരുത്. അവർ എന്നോട് പറഞ്ഞത് വെള്ളിയാഴ്ച സ്ഥലത്ത് പോകാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് എനിക്കൊരു ഉത്തരം നീ തരണം, അതിന് മുൻപ് നീ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ തരണം എന്ന് പറഞ്ഞു. അതേപോലെ ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ആഴ്ചയിൽ ബുധനാഴ്ച എനിക്ക് മാതാവ് എൻ്റെ ഓഫർ ലെറ്റർ തന്നു ജോയിൻ ചെയ്യാനായിട്ട്. എനിക്ക് ജോയിൻ ചെയ്യാൻ സെപ്റ്റംബർ 18 സാധിച്ചു. അതേപോലെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഒരുപാട് ഉന്നതി ഉണ്ടായ പോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് എനിക്ക് കുട്ടികളെ അറിയാൻ സാധിക്കുമായിരുന്നു. പല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എനിക്കറിയാം, ഡിസേബിൾഡായ കുട്ടികളായാലും പല പ്രശ്നമുള്ള സാമ്പത്തിക കുട്ടികളൊക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവരെ കണ്ടെത്തി അവർക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പത്രം വാങ്ങിയ പൊതുസ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ പോയതിനു ശേഷം എനിക്ക് പുറമേ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയുന്ന ആൾക്കാർ റൂംമേറ്റ്സിലൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്നെ പറ്റുന്ന പോലെ ഭക്ഷണം കൊടുത്തൊക്കെ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഞാൻ അതിൽ മാതാവിൻ്റെ വരുന്ന സാക്ഷ്യങ്ങളും ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു അക്കൗണ്ട് വഴിയായിട്ട് കറക്റ്റായിട്ട് അതിൽ പോസ്റ്റ് ഇട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാൻ അതിനുശേഷം പിന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ വന്ന് ഇവിടെ ഡിസംബറിൽ സാക്ഷ്യം പറയാൻ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് വരാൻ ഈ സമയത്ത് ടിക്കറ്റ് ഭയങ്കര റേറ്റാണ്, വരാൻ പറ്റില്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ജൂണിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് PCOD അസുഖം മുൻപുണ്ടായിരുന്നു. അത് ഇവിടുത്തെ തേൻ ഉപയോഗിച്ച് മാറിയതായിരുന്നു. പക്ഷേ എനിക്ക് ആ മാസം അറിയാതെ പെട്ടെന്ന് വീണ്ടും ബ്ലീഡിങ് കൂടി നിൽക്കാത്ത അവസ്ഥ. ഞാൻ അവിടെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല. നാട്ടിൽ വന്നേ പറ്റുന്നൊരവസ്ഥയിലായി. ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നീ എനിക്ക് ഈ അസുഖം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ ഇങ്ങോട്ട് വരുന്ന യാത്രയും ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാനായിട്ട് ഒരു ജോലി തന്ന മാതാവിനെ ഒരുക്കി. ഞാൻ ഓഗസ്റ്റ് മാസമൊക്കെ അവസാനമാകുമ്പോൾ ഞാൻ ജോലി കിട്ടാതെ എന്താവസ്ഥയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഒരു ജോലി കിട്ടി എന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിന് മുമ്പിൽ നിർത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ അങ്കാലിക്കടുത്ത് സെൻറ് ആനീസ് ചർച്ച് മറ്റൊരിടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ആൾക്കാരിൽ കയറ്റിയിരുത്ത ഈശോയ്ക്കും മാതാവിനും വളരെ നന്ദി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് നല്ലൊരു ജോലി എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ച് മാതാവിൻ്റെ അടുത്ത്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡായിരിക്കണം, പിന്നെ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കണം. അങ്ങനെ ഞാൻ ഡിമാൻഡ്സ് വെച്ച് ഞാൻ നിയോഗം വെച്ച് ഒരു രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കലൊക്കെ ആയപ്പോഴേക്കും മാതാവ് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജോലി എടുത്തന്ന്. എനിക്ക് അബുദാബിയിൽ അട്നോക്കിൽ റിഗിലാണ് എനിക്ക് ജോബ് മാതാവ് സെറ്റായി തന്നത്. അപ്പോൾ എനിക്ക് 2 മാസം വർക്ക് ചെയ്താൽ 1 മാസം നാട്ടിൽ വരാം. അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, തിരിച്ചു പോകാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് സാലറി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാളായി ഇപ്പോൾ മാതാവിനോട് പറഞ്ഞു, അതായത് കുറച്ചും കൂടി സാലറി ഉള്ളൊരു ജോലി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ഷോർ വർക്ക് ചെയ്യുന്നത് കടലിൽ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലും വരും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൽ ഡയറക്റ്റ് CV കൊടുത്ത്, പക്ഷെ ഒന്നും സെറ്റായില്ല അങ്ങോട്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാനത് വിട്ട്. പക്ഷേ മാതാവ് അത് വിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്ന് മാതാവായിട്ട് വന്ന കോളാണെന്നെനിക്ക് തോന്നുന്നു, അല്ലാതെ വേറെ വഴിയില്ല. കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ നാളെ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫ് ഷോറാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫ് ഷോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫോണിലെ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാമറ ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് കോളായിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോളിൽ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പറയാമെന്ന് പറഞ്ഞവർ നിർത്തി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് വിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി
തിരിച്ച് ചെന്ന് അപ്പോൾ പിന്നെ കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് വിറ്റെന്നാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. എന്നാലും ചെറിയൊരു വിശ്വാസം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കമ്പനി തന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടിരുന്നേക്കാളും ഒരു 2 മടങ്ങ് കൂടുതലുള്ള ഉള്ളൊരു ജോലി എന്ന മാതാവ് എന്നെ സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ എൻ്റെ കാലിന് ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പുട്ടിൽ വന്നിട്ടുണ്ടായി. അത് ഞാൻ 3 മാസം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി സെറ്റായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും പെയിനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇത്രേ പറഞ്ഞോളൂ, ഇതെനിക്ക് മാതാവ് നേടിത്തന്ന ജോലിയാണ്, മാതാവ് എന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മെഡിക്കുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് റെക്കോർഡിക്കലി പ്രോബ്ലം ആവും. പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ജോബ് നഷ്ടപ്പെടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തൈലം കാലുമ്പോൾ വരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോലികളായി. പിന്നെ അത് കുഴപ്പമില്ലാതെ മാറി. പിന്നെ നാട്ടിലൊന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നെ എനിക്കിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കും പഠിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്കൊരു 6-7 ലക്ഷത്തിൽ കൂടുതൽ കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തന്നെ എൻ്റെ കടമെല്ലാം ഇല്ലാതായി, പൂർണ്ണമായിട്ട് മാറി കിട്ടി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തായിരുന്നു. പക്ഷെ അത് കുറേ പെൻഡിങ് ആയിരുന്നു, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമായിട്ടാണ് കിടക്കണമായിരുന്നത്. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അതെല്ലാം പൂർത്തിയായി, ഇപ്പോൾ പെയിൻറ്റിങ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. അതിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല. പക്ഷേ മാതാവ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമാണ് ബൈക്ക്, അപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് കൂടുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും. അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും സ്വപ്നത്തിൽ കൂടെ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ. എന്തെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരും. പിറ്റേ ദിവസം ഞാനിങ്ങനെ ബൈബിളിരുന്ന് വായിക്കുന്ന ടൈമിൽ അതിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും എന്താ മാതാവ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അതും സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ചെയ്യാറെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ പ്രായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരവിടെ ചെല്ലും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്യും. പിന്നെ ഭക്ഷണം കൊടുക്കാതെ സഹായിക്കും. പിന്നെ അവരെ കുളിപ്പിക്കും, അവരെ നഖം വെട്ടി കൊടുക്കും, മുടി വെട്ടും, അങ്ങനെ അവരെ അത്യാവശ്യം ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മോശമാണെങ്കിൽ അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഞാനൊരു 0.5% മാറ്റി വയ്ക്കും എല്ലാ മാസം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്, അപ്പോൾ അവിടുത്തെ പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം ഞാനത് ലിങ്ക് എല്ലാവർക്കും ഷെയർ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ ആനുകൂല്യം തന്ന ഈശോ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 13/9/2024 ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ചും മരിയൻ ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഞാൻ ആ ടൈമിൽ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബിക്കോസ് എനിക്കൊരു ടെൻഷനായിരുന്നു, ഞാനൊരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ എടുത്ത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ളവരായിരുന്നു. ഞാൻ അവിടെ ഒരു 1.5 year വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ OET പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ OET അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് അത് ക്ലിയർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് ഞാൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ OETക്ക് ജോയിൻ ചെയ്തത് എറണാകുളത്തായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പം അവിടെ എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് പേര് ഒന്നിച്ച് വന്ന് ഞാൻ 13-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എടുത്തിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിലും അത്ഭുതം എന്ന് പറയാം, എനിക്ക് ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഉടമ്പടി എങ്ങനെ കൂടുതൽ എന്നെക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാം, അങ്ങനെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 month കോഴ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ലാസ്റ്റ് മന്ത് നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഏതിൽ ഡേറ്റാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് എനിക്ക് പറഞ്ഞു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും മാതാവിനോട് ജസ്റ്റ് ഡിസംബർ എന്ന് മാത്രം ഒന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഡിസംബറിൽ ഏതാണ് OETക്ക് ഡേറ്റ് ഉള്ളതെന്ന്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകട്ടെ എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറിൽ ആകെ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇയർ എൻഡിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതെന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി, ഓക്കെ ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത ഡേറ്റ് ഇത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാനത് കൺഫേം ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ ഞാൻ പോയി സെൻറ്ററും അതുപോലെ ഞാൻ ഡിസംബർ 7-ാം തീയതി എൻ്റെ OET എക്സാം ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഞാനത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അക്കാഡമിയിൽ നിന്ന് മാംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ചൂസ് ചെയ്യണ്ട, അത് ക്യാൻസൽ ചെയ്യുക, ബിക്കോസ് അത് ഇയർ എൻഡിങ്ങിലെ ഡേറ്റ് ആയതുകൊണ്ട് അതിൽ വിന്നിങ് പെർസെൻറ്റേജ് കുറവായിരിക്കുമെന്ന് അവരൊന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ നവംബറിലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും എന്ന് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് ഡിസംബർ 7-ാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഡേറ്റാണ്. ആ ഡേറ്റിൽ ഞാൻ എഴുതിയിട്ട് തോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറ്റോട്ടെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ഡേറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ചെയ്തത്. എൻ്റെ കൂടെ ഡിസംബർ 7-ാം തീയതി എടുക്കാനിരുന്ന കുട്ടികൾ പലരും ആ ഡേറ്റ് മാറ്റി വേറെ ഡേറ്റിലോട്ട് മാറ്റിയായിരുന്നു. ഞാനതുപോലെ ഡിസംബർ 7-ആയിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞാൻ എൻ്റെ OET എക്സാം അപ്പിയർ ചെയ്തു. ഞാൻ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും ഉടമ്പടി തൈലവും അതുപോലെ വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് എല്ലാം ഞാൻ ബുക്ക്ലെറ്റ് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ തിരിച്ചു കൊടുത്തത്. കറക്റ്റ് ഒരു എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീരുന്ന കറക്റ്റ് 90-ാമത്തെ ദിവസം, അതായത് ഡിസംബർ 13-നാണ് എൻ്റെ OETയുടെ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കും ഷോക്കായി പോയായിരുന്നു. ഞാൻ മാതാവിനോട് എനിക്കൊരു 350 എല്ലാ മൊഡ്യൂളിലും തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരു വട്ടം കൂടി എഴുതാനായിട്ട്, ഒന്നാമത് എൻ്റെ കയ്യിൽ ഇനി ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പൈസയില്ല. അപ്പം ഇതിൽ തന്നെ അങ്ങ് കയറ്റി വിടണമെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 350 ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് തന്നത് സ്പീക്കിംഗ്, റൈറ്റിംഗ് 400ഉം അതുപോലെ ലിസണിങ് 380, റീഡിങ് 370 സ്കോർ തന്നാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതുപോലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ അന്ന് ആ അക്കാഡമിയിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എഴുതിയാലാകെ ഞാൻ മാത്രമേ അതിൽ ഫുൾ B സ്കോർ വാങ്ങി പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടായിരുന്നു തോന്നിയത്. അതിന് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ 26-ാം തീയതി ഞാനിവിടെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ അന്ന് എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പ്രോസസ്സിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ വിസയോ ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ വളരെ നിരാശയോടുകൂടി ഇവിടുന്ന് പോകേണ്ടി വന്നായിരുന്നു. ഇവിടെ ഞാൻ താഴത്ത് മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഒരുപാട് ഞാൻ കരഞ്ഞായിരുന്നു. അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നതായിരുന്നു എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെന്നെക്കൊണ്ട് പറ്റിയില്ലല്ലോ, നീ എന്നെ അടുത്ത വർഷം ഈ സമയത്ത് തന്നെ ഇവിടെ നിർത്തി ഒന്ന് സാക്ഷ്യം പറയിക്കണമെന്ന് ഞാൻ അന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഏത് ദിവസമാണോ ഞാനിവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയത് ആ സെയിം ഡേറ്റിൽ തന്നെ ഡിസംബർ 26-ാം തീയതി എനിക്കിവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് പറ്റി.
അതുപോലെ ജാനുവരിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ജാനുവരിയിൽ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അയർലൻഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അയർലൻഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണെങ്കിലും നഴ്സിംഗ് കൗൺസിലിൻ്റെയും എല്ലാ പേപ്പേഴ്സും ഞാൻ റെഡിയാക്കി. ലാസ്റ്റ് എനിക്ക് ഒരേ ഒരു പേപ്പറും കൂടെ ആയിരുന്നു എനിക്ക് റെഡിയാക്കാനുണ്ടായിരുന്നത്. അത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ 1.5 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു 2 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ പീരീഡ് കംപ്ലീറ്റ് ആക്കാണ്ട് അവർ റെഫറൻസ് തരത്തില്ല എന്നവർ പറഞ്ഞു. ഞാൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്, പക്ഷെ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് എൻ്റെ ടോട്ടൽ ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. ഇനി മുന്നോട്ട് ഞാനിനി എന്നാ ചെയ്യും? ഏത് യൂറോപ്യൻ കൺട്രിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഏത് കൺട്രിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മുമ്പോട്ടുള്ള പ്ലാനിങ് എല്ലാം അങ്ങ് ക്വസ്റ്റ്യൻ മാർക്കായിപ്പോയി. ഇനി ഞാൻ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടായിപ്പോയി. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അപ്രോച്ച് ചെയ്തു. കാണുന്ന എല്ലായിടത്തും ഞാൻ റിയാക്ഷൻ ഇടുമായിരുന്നു. പല സ്ഥലങ്ങളിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനോ ഒക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ചോദിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 5 lakhs 6 lakhs എബവ് ആണ് എല്ലായിടത്തും സർവീസ് ചാർജും ടോട്ടൽ ഓൾ ഓവർ പ്രോസസ്സിങ്ങിനൊക്കെ റേറ്റ് വരുന്നത്. അതും ഒരു പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ മുന്നോട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മാതാവ് തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചതാണ്. പക്ഷെ മാതാവ് തന്നെ ഈ റിസൾട്ട് വെച്ച് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. ആ റിസൾട്ട് എനിക്കിവിടെ വന്ന് പറയണം. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കൺട്രി എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അയക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു റിക്രൂട്ട്മെൻറ്റ് ഞാൻ പഠിച്ച അക്കാഡമിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കാണാനായിട്ടിടയായി. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി വഴി ബെൽജിയത്തിലോട്ട് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയും അതിന് ഞാൻ എൻ്റെ CV OET സ്കോർ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. അവർ ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് 1 ഇയർ എക്സ്പീരിയൻസും OET മിനിമം സ്കോറുമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സ്കോർ ഡീറ്റെയിൽസും അതുപോലെ CV എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് സെലക്ഷൻ CV സെലക്ഷൻ ആയിരുന്നു. അതിൽ നിന്ന് സെലക്ഷനായി എന്ന് പറഞ്ഞവർ എനിക്ക് റിപ്ലൈ മെയിൽ തന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതും ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിലും സെലക്ഷനായി എന്ന് പറഞ്ഞു വന്നു. ടോട്ടൽ 4 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവും അതുപോലെ ടോട്ടൽ പ്രൊസീജിയർ 4 റൗണ്ട് ഉണ്ടായിരുന്നു സെലക്ഷന് വേണ്ടിയിട്ട്. ഈ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിന് ശേഷം ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഡയറക്റ്റ് എംപ്ലോയേഴ്സുമായിട്ടുള്ള. അപ്പം ഞാൻ എംപ്ലോയേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോയി അവിടെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഇൻ്റർവ്യൂ നടത്തിയ ഹാളിന് ഫ്രണ്ടിലായിട്ട് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ കയറിയത്. അവരെന്നോട് ബെൽജിയം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചതിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞത് എനിക്കൊരു ക്രിസ്ത്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് തന്നെയായിരുന്നു. അതിന് അവരുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ടാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ അപ്പിയർ ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ പോയയിടത്തെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിലും ക്ലിയറായി. അതിനുശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് 6 months ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ക്ലിയർ ചെയ്യണമെന്നായിരുന്നു. അവർ തന്നെ നമുക്ക് ജൂലൈ തൊട്ട് 6 months അവർ നമുക്ക് എറണാകുളത്ത് വെച്ച് കോച്ചിങ് തരുവാണ്. അപ്പം അതിന് ഓഫ്ലൈനായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ഞാൻ ഓൾറെഡി എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. ഞാൻ എല്ലാ മാസവും 5,000 rupees വെച്ച് ഞാൻ അടയ്ക്കുന്നതാണ്. അപ്പം എനിക്കൊരു ഇൻകം അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ
ആ 5000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിനി ആരോട് ചോദിക്കും മാതാവേ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ തന്നെ വന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ 6 മാസം ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർ പെർ മന്ത് 15000 രൂപ വെച്ച് ഞങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും മാതാവ് എനിക്കൊരു സൊല്യൂഷൻ കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാൻ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് അവരുടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. അതും മാതാവിൻ്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ ആരും എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല. അപ്പം ഇനി പുതിയ കിട്ടുന്ന കാണുന്ന ആളുകളൊക്കെ എങ്ങനെയായിരിക്കും, ഒരു നല്ല ആളുകളെ കിട്ടണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി എൻ്റെ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേര് ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും കൊന്ത ചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ 20 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബാച്ചിലുള്ള എല്ലാവരും തന്നെ മാതാവിനെ അറിയാവുന്നവരും ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അതുപോലെ കോഴ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇടയ്ക്ക് ഒക്ടോബറിൽ വെച്ച് ഞങ്ങൾക്ക് ചെറിയൊരു ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. ആ ഇവാലുവേഷനിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ടോട്ടൽ 73 പേരായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ക്ലിയർ ആവാനായിട്ട് സാധിച്ചു. എല്ലാവരും ആ ഇവാലുവേഷനിൽ ക്ലിയറായി. അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 2024 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, 2025 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു മിനിമം ഒരു 5 പേരെയും കൊണ്ടാണ് ഞാനിവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ പോയി. ഈ ഡിസംബർ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അതുപോലെ കോഴ്സ് എല്ലാവരും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഞങ്ങളുടെ VFSൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഞാനിവിടെ തന്നെ ഇതിനു മുന്നേ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ജർമ്മനിക്ക് പോകാനൊക്കെ ആണെങ്കിലും VFSൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഒരുപാട് ലാഗ് ആവുന്നു, പിന്നെ ദൂരെയുള്ള ഓഫീസുകളിലൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഈ റിക്രൂട്ടിംഗ് ഏജൻസി തന്നെ ഞങ്ങൾ ഒരു കാര്യം പോലും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. 30 ദിവസം കൊണ്ട് മിനിമം 30 ദിവസം കൊണ്ട് കിട്ടേണ്ട ഷെങ്കൻ വിസ ഞങ്ങൾക്ക് 73 പേർക്ക് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അവർ എല്ലാം റെഡിയാക്കി തന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് പോകാനുള്ള വിസയും അതുപോലെ ടിക്കറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതുപോലെ മാതാവിൻ്റെ കൃപ കാരണം അടുത്ത ജനുവരി 13 ഞങ്ങൾ 73 പേരാണ് ബെൽജിയത്തിലോട്ട് പോകുന്നത്, 2 ഫ്ലൈറ്റായിട്ട്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരണം എനിക്കറിയാം ഇത് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. മാതാവി ചെയ്തു തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം OET എഴുതി ക്ലിയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും റിക്വയർഡ് സ്കോർ ഉണ്ടായിട്ട് പോലും ഒരിടത്തും പോകാൻ പറ്റാണ്ട് OET എക്സ്പയർ ആയി പോയി വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. മാതാവ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം, അതുപോലെ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു ഒരുപാട് പൈസ കൊടുത്ത് ഒരിടത്തോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ. അതിനൊരു ഇടയാക്കാതെ ഒരു പൈസ പോലും മുടക്കാതെ ഒരു നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് വഴി ഒരു യൂറോപ്യൻ കൺട്രി തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ ഇടയ്ക്കിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത് മാതാവ് നടത്തിയ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടായിരിക്കും മാതാവ് ബെൽജിയം ചൂസ് ചെയ്തത്, എന്താണ് ഒരു റീസൺ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്. ഞാനവിടെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ വാങ്ങാനായിട്ട് നിന്നപ്പം അവിടെ മുകളിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയായിരുന്നു. ഇവിടെ മാതാവ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് കണ്ടു ബെൽജിയത്തിൽ 2 തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബെൽജിയത്തിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കൺട്രിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്, അവിടെ 6 വട്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നതെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു.
അതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബറിലും മാതാവ് എനിക്ക് വലിയ 2 ഗിഫ്റ്റുകളാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മാതാവിനുള്ള എൻ്റെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ ഞാനാണെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയാൻ, ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം അതൊരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നവരുടെ നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പിന്നെ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ഭയങ്കര വെറുപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നവരോട് പോലും പെട്ടെന്ന് ക്ഷമിക്കാനും അത് മറക്കാനുമായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും നീ അത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബെറ്റർ. ഒരു മോശമായിട്ടുള്ളൊരു കാര്യത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നും, അത് വേണ്ട, ഇത് ചെയ്യണ്ട, നീ മറ്റേത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബൈബിള് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ നിയമം ഫുള്ള് വായിച്ചു. ഇനി പഴയ നിയമം ഇപ്പം കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കുമ്പസാരമാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വാങ്ങി, ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നത് ആലുവയിലായിരുന്നു. അപ്പം ആലുവ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ അവിടെ പോയി പത്രം അവിടെ കൊടുക്കുമായിരുന്നു. അതുപോലെ അവിടെ ഡയാലിസിസിലുള്ള പേഷ്യൻസിനോടൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കയ്യിലുള്ള സേവിങ്സ് വെച്ച് ഞാനൊരു 6-7 പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിലുള്ള പുറത്തിരിക്കുന്നവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു സേവിങ്സ് വെച്ച് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ഫുഡിനും അതായത് സ്കൂൾ മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഫണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫിസിക്കലിയും മെൻ്റലിയും വീക്കായിട്ടുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് അപ്പം തൊട്ട് ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലിയാലും എൻ്റെ രഹസ്യം ഞാൻ എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ നേസൽ സെപ്റ്റത്തിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം CT സ്കാൻ എടുത്തപ്പം അതിൽ സൈനസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അത് ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. അത് 1 ഇയർ മുന്നേ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് മുങ്ങി നടക്കുമായിരുന്നു ഞാൻ അത് ചെയ്യാണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു 4 വട്ടമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് പനി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. തേനും ഉപ്പും മിക്സ് ചെയ്ത് കഴിക്കും. അങ്ങനെ പിന്നെ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്ത് ഗ്രാജുവലി ആ പനി വരുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുപോലെ പക്ഷേ എൻ്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിനി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അപ്പം ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തിട്ട് പോകുന്ന പറഞ്ഞ വീട്ടിൽ നിന്ന് ഭയങ്കര ഫോഴ്സായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവരിട്ട് മനസ്സിലാക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഏതൊരു ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ഇതൊന്ന് പറയിപ്പിക്കണേ, ഈ പ്രൊസീജിയർ വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല എന്നൊന്ന് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ എൻ്റെ CT സ്കാൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യാതെ തന്നെ ജസ്റ്റ് നേസൽ സ്പ്രേ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പം അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രൊസീജിയറൊന്നും ചെയ്തിട്ടില്ല. നേസൽ സ്പ്രേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല.
ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഒരു ഉടമ്പടി എടുത്തിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ വന്ന ഞാനിപ്പോൾ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഉടമ്പടി കൺവേർട്ട് ചെയ്ത് NR